ഹായ് ഹലോ വെൽക്കം ടു സ്റ്റെനിയാസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് ഞങ്ങൾ പോവാണ്. എന്താ പറയുക നമ്മളൊരു കാര്യത്തിനോട് ഒരുപാട് അങ്ങോട്ട് വിശ്വസിച്ച് നമ്മളത് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്നുള്ളതിന് 100% ഉറപ്പാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളും അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാത്രമായിട്ട് ഒരു ദിവസം ഞങ്ങൾ ഇതുവരെയും എവിടെയും പോയിട്ടില്ല. അപ്പോൾ ലീവിന് വരുമ്പോൾ നമ്മൾ ഇവിടെ തൃശ്ശൂർ എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ ഒന്ന് പോയി അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങുന്നല്ലാതെ നമുക്കായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവോ അങ്ങനെയൊന്നുമില്ല. കാരണം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളൊന്നും അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഒരു ദിവസം അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് ഞങ്ങൾ ഇന്ന് എന്താ പറയുക ഒരു റിസോർട്ടിൽ ഞങ്ങൾ ഇന്ന് ജീവിക്കാൻ പോവാണ്, അടിച്ചു പൊളിക്കാൻ പോവാണ്. ഞങ്ങളുടെ ഒരുപാട് വർഷത്തെ എന്താ പറയുക ഒരു വലിയൊരാഗ്രഹം ഞങ്ങൾ നിറവേറ്റാൻ പോവാണ്. കാരണം എന്താ പറയുക വെച്ചാൽ എല്ലാവരും ചിന്തിക്കും, ഇവർക്ക് ഇപ്പം മീൻസ് ഇതിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പല പല ആഗ്രഹങ്ങളാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 3 പേരും സന്തോഷമായിട്ട് മുന്നേറണം എന്നുള്ളൊരു മൈൻഡ് മാത്രമാണ്. അതുപോലെ തന്നെ ഡൂഡു കുറേ നാളുകളായിട്ട് പറയണു അവനെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ടി വിയിലൊക്കെ കാണുമ്പോൾ അവന് ഒരുപാട് ആഗ്രഹം. അപ്പോൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കൊടുക്കുമ്പോൾ അവന് ഒരുപാട് സന്തോഷമല്ലേ. അപ്പോൾ അതും കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ പോണത് ഓട്ടുപാറ ഷൊർണൂർ ആ റൂട്ടിൽ അവിടെ മൈ ലൈഫിൻ്റെ ഒരു എക്കോ ഗാർഡൻ റിസോർട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഊബറൊക്കെ വിളിച്ചിട്ടാണ് പോയത്. ബൈക്കിൽ പോകാൻ സമയത്ത് നല്ല മഴയായിരുന്നു. ഞങ്ങൾ സ്വാതന്ത്ര്യദിനം കഴിഞ്ഞ് അന്നത്തെ ഈവനിങ് ആണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എക്കോ ഗാർഡൻ റിസോർട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ദിവസമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം ഒരു 2 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് അടിച്ച് തിമിർത്തൊക്കെ പോവാം. അങ്ങനെ ഞങ്ങൾ ഊബറൊക്കെ വിളിച്ച് ഞങ്ങൾ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു, കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഇവർക്ക് പൈസ ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നായിരിക്കാം. പക്ഷെ അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഒരു ദിവസമെങ്കിലും സന്തോഷമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതുവരെയും ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലത്തെ സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാം അപ്പോൾ ഒരാളാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾക്ക് 2 വീട് ഒരുമിച്ച് കൊണ്ട് നടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ദിവസം എന്താ പറയുക ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ദേ നമ്മൾ അവിടെ എത്തി. നല്ല അതിമനോഹരമായിട്ട് എന്താ പറയുക പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം, അങ്ങനെ അധികം എന്താ പറയുക സൗണ്ടുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ റിസപ്ഷനിലാണ്. അപ്പോൾ ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. ഞങ്ങൾക്ക് സംഭവം അറിയില്ല, പോകണം എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ദിവസം പോകണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ താങ്ക് യു അപ്പോൾ നോക്കിയ അടിപൊളിയായിട്ടുള്ള ഞാനൊക്കെ എൻ്റെ ലൈഫിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു മക്കളെ. അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് അവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്താ പറയുക ഒരുപാട് സന്തോഷം തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരുപാടെന്ന് പറയുന്നത് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, സഹിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ റൂമാണ്, നമുക്ക് ടിവിയും അതുപോലെ AC-യും എല്ലാം കൂടിയിട്ടുള്ള റൂമാണ്. ഇവിടെ നിന്ന് നല്ല അടിപൊളി എന്താ പറയുക വ്യൂ ആണ് കേട്ടോ. നമ്മുടെ റൂമിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അങ്ങനെ ഒരുപാട് കച്ചറ, അതായത് സൗണ്ടുകൾ അങ്ങനത്തെ ഒന്നും ഇല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഡുഡു ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അവനും അവൻ്റെ ലൈഫിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഞാൻ റൂം ടൂർ പോലെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്.
കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യം ബാത്റൂമാണ് കേട്ടോ ഉള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു ഷെൽഫൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് ആഭരണങ്ങളൊക്കെ വെക്കാനും ജ്വല്ലറീസ് അങ്ങനത്തെ ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു പെട്ടിയുണ്ട്, ഫ്രിഡ്ജുണ്ട്. പിന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ടുള്ള കെറ്റില് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇരിക്കാനും എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്. അത്യാവശ്യം ഒരു സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് മേശ കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആദ്യം പോയത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ്. കാരണം ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ കഴിഞ്ഞു, സ്കൂളിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. കണ്ടോ കോപ്പി പേസ്റ്റ് പോണ കണ്ടോ, സെയിം അപ്പൻ്റെ സെയിം എന്താ പറയുക, ഓരോ ചലനങ്ങൾ പോലും അപ്പൻ്റെ അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഇത്രയും ഫോട്ടോസ്റ്റാറ്റ് പോലെ കിട്ടണമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കാണുന്ന മൂന്നാമത്തെ റൂമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പച്ചപ്പരവതാനി വിരിച്ച വീതിയിലൂടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു എന്താ പറയുക യക്ഷി മുടിയെ കഴിച്ചിട്ടിട്ട് നടക്കുകയാണ്. അങ്ങനെ ഇതേ നമ്മൾ കുന്നും മലയൊക്കെ കയറി വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പം ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംസാരിക്കും. അതായത് ഞാനും അപ്പയും ഡുഡും ഒക്കെ സംസാരിക്കും. അതുപോലെ അവനും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും, ഞങ്ങൾ കുറേ കാര്യങ്ങൾ അവന് തിരുത്തി കൊടുക്കാനുണ്ടെങ്കിൽ പറയും. അങ്ങനെ എന്താ പറയുക, നമുക്ക് മാത്രമായിട്ടുള്ളത്. ഇപ്പോൾ റിസോർട്ടിലേക്ക് അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോയാൽ മാത്രം ഇതൊക്കെ സംഭവിക്കുമെന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുപോലെ ഇല്ലായ്മ, അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മുടെ കയ്യിൽ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായമാണ് അത്. ഞങ്ങളുടെ ഇനി ഭാവിയിൽ മക്കളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഡുഡു ആണെങ്കിൽ പോലും അവനെ ഞങ്ങൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ രാത്രിയായപ്പോൾ എനിക്ക് ചായ കുടിക്കണം തോന്നിയപ്പോൾ എൻ്റെ കെട്ടിയവൻ എനിക്കൊരു ചായ ഇട്ട് തന്നു. പിന്നെ നമ്മളിങ്ങനെ രാവിലെ എണീറ്റ് ഒക്കെ ഇങ്ങനെ നോക്കി കണ്ടപ്പോൾ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അപ്പയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ അധികം എടുക്കുന്നതില്ല, താല്പര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈവറ്റായിട്ട് ഒരു ഇതിന് വന്നതല്ല. അപ്പോൾ അതിനിടയിൽ കൂടെ ഈ ക്യാമറയും പിടിച്ച് ഇങ്ങനെ നടക്കല്ലേ, അങ്ങനത്തെ ഒരു ചെറിയൊരു തോട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാരമില്ല, എൻ്റെ ഒരു ഇഷ്ടമല്ലേ. പിന്നെ അപ്പം കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് അപ്പം അങ്ങനെ എതിരൊന്നും നിൽക്കാറൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അടക്കമാണ് കേട്ടോ. ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ഉച്ചയ്ക്കത്തെ രാത്രിക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അല്ലെങ്കിൽ ബൊഫെ മോഡലൊക്കെ ഉണ്ട്. ബൊഫെ മോഡലൊന്നും നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ഒരു നേരമൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. അത് ഞങ്ങളിപ്പോൾ വരുന്ന സമയമായപ്പോൾ മാത്രം കേട്ടോ. പിന്നെ പുറത്ത് പോയിട്ട് കഴിക്കാനായിട്ടുള്ള, ഇവിടെ അങ്ങനെ പുറത്ത് പോകാനായിട്ടുള്ള അധികം കടകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെയും ഞങ്ങൾ മന്ദം റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ്. ബൊഫെ ആണെങ്കിൽ താഴെയുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ബൊഫെ കൊടുത്ത് കഴിക്കാനായിട്ടുള്ള സാമ്പത്തികമായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ, അത് നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ, ഒരു വലിയ കയറ്റാണ്. അപ്പോൾ വലത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ നിരപ്പായ സ്ഥലം, ഇത് സ്റ്റെപ്പുമാണ് കേട്ടോ. അപ്പോൾ ഏതാണ് എളുപ്പം എന്നുള്ളത് ഞങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു റൂം തന്നെയാണ് കേട്ടോ, വെള്ളത്തിൻ്റെ നടുക്കിൽ ഒരു റൂം. അപ്പം ഞാനും രാവിലെ തന്നെ ക്യാമറയൊക്കെ എടുത്ത് സംഭവം നമുക്കിനി ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കിനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഞാൻ കിട്ടുന്ന സമയത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എത്ര നാൾ കഴിഞ്ഞാലും നമുക്കത് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ ഇടയിൽ ഡുഡു ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ ഇട്ടത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖം, നമ്മളെ സന്തോഷമല്ലേ നോക്കുണ്ടു. അപ്പോൾ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ രാവിലെ ഇവിടെ ബുഫേ മോഡൽ രാവിലെ ആണെന്ന് പറഞ്ഞു. സാധാരണ ഇവിടെ എല്ലാം താഴെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ പ്ലേറ്റ് വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനാണ് ഇതിൻ്റെ മെയിൻ ഉസ്താദ്. എനിക്കിങ്ങനെ കഴിക്കുന്ന സ്ഥലത്ത് നല്ല നീറ്റായിട്ടിരിക്കണം. അതുപോലെ കഴിച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ഇടും വേണം കേട്ടോ. എന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് ഇതൊക്കെ പാത്രം കഴുകി വെച്ചിട്ട് വന്നൂടേന്ന്. പക്ഷേ ഞാൻ ചെയ്യും, എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ നമ്മൾ കഴിച്ച പാത്രം വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു മാന്യതയാണ് കേട്ടോ. അപ്പോൾ അതേ അപ്പനും മോനും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണവും ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. പിന്നെ അവർക്കൊന്നും വലിയ പ്രശ്നമില്ല. ഞാനിങ്ങനെ ഉരുണ്ട് വരുമ്പോഴേക്കും ഞാൻ കിതച്ച് വയ്യാണ്ടായി. പിന്നെ നിങ്ങൾ കാണുന്നതിനേക്കാൾ അപ്പുറം കയറ്റം തന്നെയാണ്. പിന്നെ അവിടെ നമുക്ക് ആയുർവേദത്തിൻ്റെ ഫിസിയോതെറാപ്പി, സ്പാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പ്രസവാനന്തര ശുശ്രൂഷ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ബോർഡ് വെച്ചത് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നല്ല മൈൻഡ് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഫുള്ള് എവിടെ നോക്കിയാലും പച്ചപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് കുറേ 20 ഏക്കറോ അങ്ങനെ എത്രയോ ഏക്കറിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ.
പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ പാറമടയില്ലേ, പാറമട എന്ന് ഉദ്ദേശിച്ചത് പാറ പൊട്ടിച്ചൊക്കെ സ്ഥലം അങ്ങനെ അവർ ചെയ്തതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതൊരു റൂമാണ്, അതായത് വെള്ളത്തിൻ്റെ നടുവിലൊരു റൂം. ഇത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനൊക്കെ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും, അവർ മാത്രമായിട്ടുള്ളൊരു ലോകം. മറ്റേതാവുമ്പോൾ കുറച്ചും കൂടി, അതായത് ഇതാവുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു എന്താ പറയുക, ശരിക്കൊരു രസമായിട്ട് തോന്നും. മറ്റേതാകുമ്പോൾ സാധാരണ ഒരു നോർമൽ റൂം പോലെ ആയിട്ട് തോന്നും. പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാട്ടമായിരുന്നു. ഞങ്ങൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറേ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകണം, അതായത് ഡുഡുവിന് ബോട്ടിങ് ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ റൂമിലോട്ട് പോയേക്കാണ്, അവിടെ ഓഫീസിലേക്ക് അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ ഊഞ്ഞാലാടി ഇങ്ങനെ മന്ദം കളിച്ച് നിൽക്കുക. ഇവിടെ ആകുമ്പോൾ പിന്നെ വേറെ പണികളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കൂട്ടാൻ വെക്കണോ, മോട്ടർ അടിച്ചോ, അലക്കണോ, അടിക്കണോ, ഇതൊന്നും ചിന്തിക്കേണ്ട, ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് നടക്കാം. പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് അതിൻ്റെ ഉറക്കം റെഡി ആവാത്തതാണ് മെയിനായിട്ട്. ഇപ്പം അന്നത്തെ ദിവസം തന്നെയല്ല, അതിൻ്റെ തലേദിവസമൊന്നും എനിക്ക് ഉറക്കമൊന്നും റെഡി ആയിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഞാനത് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ അവിടെ ആ റൂമിൻ്റെ അവിടെ അപ്പം പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ബാൽക്കണിയിലേക്ക് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ റിസോർട്ട് ഫുള്ളും ഇങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാർ എന്താ പറയുക, നല്ല വൃത്തിയാക്കി. ഇവിടെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളാണ്, അതുകൊണ്ടാണല്ലോ നാച്ചുറലായിട്ടുള്ള എന്താ പറയുക എക്കോ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞത്. അതായത് ശരിക്കും എന്താ പറയുക, എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ എങ്ങനെ എനിക്ക് ഇത്രയും പറഞ്ഞ് തരണം എന്നെനിക്ക് അറിഞ്ഞൂടാ. അതേ നമ്മുടെ അപ്പം അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇനി ബോട്ടിങ്ങിനാണ് പോണത് കേട്ടോ. അപ്പോൾ ബോട്ടിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സൈഡും നോക്കിക്കുക, ഓരോ സൈഡും ഞാൻ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അയ്യോ എന്ത് രസമാണെന്നറിയും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഈ പച്ചപ്പരവാധാനിയൊക്കെ എന്താ പറയുക മാറി ഫുൾ ബിൽഡിങ്ങുകളായി. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇനിയും കുറേ ബിൽഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ശ്വാസത്തിന് തന്നെ പൈസ കൊടുത്ത്, അതായത് ഓക്സിജന് തന്നെ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ചിന്ത ഇപ്പോൾ. അപ്പോൾ അതേ നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ബോട്ടിങ്ങിന് പോകുമ്പോൾ അതിനകത്ത് എന്താ പറയുക, നമ്മുടെ ആ കോട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അവർ നല്ല സേഫ്റ്റി ആയിട്ടാണ് കേട്ടോ നമ്മളെ ബോട്ടിങ്ങിന് കൊണ്ടുപോകണതും. അതുപോലെ നമുക്ക് അവിടെ ലൈഫ് ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ മുകളിലോട്ട് മന്ദം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറമട എന്നാണോ പറയുക തോന്നുന്നു. ഈ സംഭവങ്ങൾ അവിടെ ഒരു 2-3 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിലും ഓരോ ടൈപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിങ് പോകാനായിട്ടുള്ള ഒരു സംഭവം അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. എൻ്റെ പൊന്നെ, ഇതിൻ്റെ അടുത്തോടെ പോകുമ്പോഴേ എന്തൊരു തണവാന്നറിയോ. അതായത് നമ്മളിപ്പോൾ ആ ബോട്ടിങ്ങിൽ കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ അറ്റം വരെ അങ്ങനെ പോയി ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു തണവ് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ആശ്വാസമായി. എൻ്റെ അന്ത്യാഭിലാഷമാണ് എനിക്ക് അന്റാർട്ടിക്കയിൽ പോകണം എന്നുള്ളത്. അതെൻ്റെ ശരിക്കും അന്ത്യാഭിലാഷമായിട്ട് മാറും. കാരണം അന്റാർട്ടിക്കയിൽ പേരിങ്ങനെ കാണാമെന്നല്ലാതെ എപ്പോഴെങ്കിലും അഥവാ പോകാൻ പറ്റിയെങ്കിൽ തന്നെ അവിടെ പോയി എന്നെ കുഴിച്ചിടേണ്ടി വരും. കാരണം ഇവിടെ ഒരു മഴ പെയ്ത തണുത്ത് വരയ്ക്കണം, ഞാനിനി അന്റാർട്ടിക്കയും കൂടിയും പോയാൽ റെഡിയാവും. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം. നമുക്ക് ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഞാൻ പക്ഷെ ആഗ്രഹിക്കും. അപ്പോൾ ഞാനിങ്ങനെ ബോട്ടിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് കേട്ടോ. പണ്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ കടലൊക്കെ കാണാൻ പോയപ്പോൾ എനിക്ക് അപ്പോഴും വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു കൈ പിടിച്ച് ഞങ്ങൾ വെള്ളത്തിലിറക്കാമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇറക്കിയതിന് ശേഷം തിര വന്നപ്പോൾ ഇവരെല്ലാം എൻ്റെ കൈ വിട്ടു. ഞാനങ്ങ് വെള്ളത്തിൽ അങ്ങോട്ട് അടിക്കോടാൻ പോയി. പിന്നെ ആരൊക്കെയോ വന്ന് എന്നെ രക്ഷിച്ചു. അതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം. അതേ സ്വിമ്മിംഗ് പൂളിലൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ മുങ്ങിപ്പോവില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. കാരണം ഞാൻ കിഡ്സിൻ്റെയിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അതിൽ താന്നു പോവില്ലല്ലോ. ഇതൊക്കെ ആകുമ്പോൾ നാച്ചുറലായിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ആഴം എത്ര ഉണ്ടെന്നൊന്നും നോക്കിയിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ എൻ്റെ ഭാവനയിൽ കാണാട്ടോ, ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോണത് കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ നമ്മളിപ്പോൾ അന്റാർട്ടിക്കയുടെ പോകുന്നു, നമ്മൾ അപ്പയും ഡൂഡൊക്കെ ആയിട്ട് പോകുന്നു. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. വലിയ ആഗ്രഹങ്ങളാണ്. പക്ഷേ എനിക്ക് വയ്യ, എന്തെങ്കിലുമൊക്കെ പോകാൻ പറ്റിയ ഭാഗ്യം. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് കുറച്ച് സഞ്ചാരം അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണലും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ആ പാറേൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വെള്ളം ഒലിച്ച് വരുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന എന്താ പറയുക, ഒരു പ്രത്യേക ഒരു തണവ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ.
അപ്പോൾ അപ്പയും മോനും ഒക്കെ എൻജോയ് ചെയ്യാണ്. അപ്പയ്ക്ക് മോനെ ഇതൊക്കെ കാണിച്ചു കൊടുക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റിയ സന്തോഷത്തിലാണ്. അപ്പൻ മോനാണെങ്കിൽ ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷത്തിലാണ്. ഇവർ രണ്ടുപേരും ഹാപ്പി ആകുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എങ്ങനെയുണ്ട് കൊള്ളാവോ? അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാലേ മറ്റേ പെഡൽ ബോട്ടോ അങ്ങനെ എന്തോ സാധനത്തിനാണ് കയറിയത്. ആദ്യം കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി, എങ്ങാനും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പൊക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടെന്നൊന്നും പൊക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. ലാസ്റ്റ് ആ ചേട്ടന്മാരെന്നെ പറഞ്ഞു നമുക്ക് ഈ വഞ്ചിയിൽ പോകാമെന്ന് പറഞ്ഞു. ഇതാവുമ്പോൾ ഇവരുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ കയറിയിരുന്നതാണ്. ഞാൻ പിന്നെ ഇങ്ങനെ വടി പോലെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഞാനൊന്ന് അനങ്ങോ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. അപ്പോൾ ഡുഡുവിനൊരാഗ്രഹം വഞ്ചി തുഴയണമെന്ന്. അപ്പോൾ ആ ചേട്ടൻ അവനത് കൊടുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ അത് നല്ല വെയിറ്റ്. ഞാൻ കൂടുതൽ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് സത്യം കയറി വരുന്നുണ്ട്. അത് തുഴയണത് അവർക്ക് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങിയാൽ കഴിഞ്ഞു. അപ്പോൾ ഡുഡുവിന് വെള്ളത്തിലൊക്കെ കളിച്ച് എന്താ പറയുക, അവൻ്റെ സന്തോഷമൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുക. കാരണം ഞാനിപ്പോഴും ഞാൻ പറയുന്നു, എൻ്റെ ലൈഫിലൊന്നും ഞാൻ ഇങ്ങനത്തെ ഒന്നും എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടേ ഇല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അപ്പം എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം അതിന് മുന്നേ ഞാൻ എനിക്ക് എന്താ പറയുക, നമ്മളോട് മാറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാറണം മീൻസ് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴാണ് നമ്മൾ പോകേണ്ടതെന്ന് വെച്ചാൽ വെക്കേറ്റ് ചെയ്യുക അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യണം. അപ്പം ഞാൻ ബാഗ് സാധനങ്ങളൊക്കെ റിസപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് നമ്മുടെ ഇനി ഫിഷിങ് ചെയ്യാൻ പോകുന്ന സ്ഥലം കേട്ടോ. അവിടെയാണ് നമ്മുടെ ആയുർവേദ സ്പാ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കയറിക്കൊണ്ട് ചെല്ലുമ്പോൾ വീണ്ടും അവിടെ ഒരു പാറമട പോലെയാണ്. അവിടെ അടിപൊളിയായിട്ട് മീനുകളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 2 കിലോയുടെ അടുത്ത് മീൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും കിട്ടി. അവർ ഞങ്ങളുടെ കയ്യിൽ രാവിലെ കുറച്ച് എന്താ പറയുക, മൈദയോ എന്തോ സാധനം കുഴച്ചതും ഒരു ചൂണ്ടയും തന്നിട്ട് പറഞ്ഞു നിറച്ചും മീൻ പിടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇവരെന്തോ കൊള്ളിച്ച് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, ഇതിനകത്ത് സത്യം പറഞ്ഞാൽ മീനുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഇവർ തന്ന ചൂണ്ടയിലേ പൊന്തി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതായത് ഒരു വടി പോലത്തെ സാധനം ചൂണ്ടയിടുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് മനസ്സിലാവും. ഇതിൽ വെറുതെ ഒരു കുളത്ത് മാത്രമേ ഉള്ളൂ. അത് മീൻ കൊത്തുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളോടാണ് കളി. ഞാനും അപ്പയും കൂടിയിട്ട് മീൻ പിടിച്ചു. ഡുഡുവിനും അത് എക്സ്പീരിയൻസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അവനും കുറച്ച് മീൻ പിടിക്കാനൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ അവനെ ഇടുന്നതും ഇതൊക്കെ നമ്മൾ എന്താ പറയുക, കുറച്ച് സമയമാണെങ്കിൽ അതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഞാൻ പിന്നെ ഒരു എന്താ പറയുക സൈഡിലോട്ട് നീങ്ങിയിരുന്നു ചൂണ്ടിയിട്ട് എനിക്കും കുറേ മീൻ കിട്ടി കേട്ടോ. ഞാനൊരു എന്താ പറയുക ഒരു 3-4 മീൻ പിടിച്ചതിൽ ആ മീൻ കൂട്ടി വെച്ചാൽ വലിയൊരു വലിപ്പം കിട്ടണത് അപ്പയ്ക്ക് ഒറ്റയടിക്ക് കിട്ടി. അത് നല്ല മീനായിരുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. പക്ഷേ എനിക്കിത് ഭയങ്കര ഒരു ഹരമായി. കാരണം എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരണമെന്നില്ല മീൻ പിടുത്തം കണ്ടപ്പോൾ. എനിക്ക് അതായത് പിടിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ആ കുളത്തിൽ കിടന്നിട്ട് അത് പടയണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ മീൻ പിടിച്ചോളാം. അപ്പോൾ ഞാൻ പോട് പറഞ്ഞു, അപ്പം ഞാൻ മീൻ പിടിച്ചിട്ടുണ്ട്, ഈ സാധനം ഇങ്ങനെ പുറത്തോട്ട് ഇട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഞാൻ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ റൂമിലോട്ട് വന്ന് നമ്മുടെ റൂം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ റൂം ഇങ്ങനെ വേണം തുറക്കാൻ. എനിക്കറിയണ്ടായിരുന്നില്ല. അവരൊരു കാർഡ് തന്നു. അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാതിൽ തുറന്നു. അപ്പയും മോനും അവിടെ ഫിഷിങ്ങിൻ്റെ അവിടെയാണ് കേട്ടോ. അവിടെ നിന്ന് ഞാൻ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മളെ വീടല്ലല്ലോ റൂം ഒന്നും കൂടിയൊക്കെ ഒന്ന് കണ്ട് എല്ലാം ശരിക്കും അങ്ങനെ ആ ഒരു ബെഡിൽ ഇങ്ങനെ സുഖം നീണ്ടെന്ന് പറഞ്ഞൊന്ന് ഇച്ചിരി നേരം കിടക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല, നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് പോന്നു.
അപ്പം ഞാൻ റൂമിലേക്ക് വന്ന് ബാഗൊക്കെ നമ്മൾ റിസപ്ഷനിൽ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് വന്നപ്പോൾ അപ്പയും മോനും സ്വിമ്മിംഗ് പൂളിൽ മീൻപിടുത്തം മതിയാക്കി പിന്നെ സ്വിമ്മിംഗ് പൂളിലാണ് ഇറങ്ങിയത്. ഡുഡുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ കളിക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അവൻ മതിമറന്ന് കളിക്കട്ടെ. അപ്പോൾ അപ്പയും മോനും കൂടി വെള്ളത്തിലിറങ്ങി. എനിക്ക് ഇന്നലെ അതിലിറങ്ങിയപ്പോൾ അതിൽ ക്ലോറിൻ അതെനിക്ക് ചില വെള്ളമൊന്നും പറ്റില്ല. ഞാൻ പിന്നെ അംബാനിയേക്കാൾ മുകളിലായത് കാരണം ചില കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു തലവേദന വന്നു. എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ ഉള്ളതാണ്. പിന്നെ മൈഗ്രെയിൻ വരാൻ ഇപ്പോൾ വലിയ കാരണങ്ങളൊന്നും വേണ്ട. നിസ്സാരമൊന്നും എൻ്റെ അരുത്ത് കൂടെ എന്തെങ്കിലും പോയാൽ അപ്പോൾ മൈഗ്രെയിൻ വരും. അതെന്തിട്ട് തേങ്ങയാണാവോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തല ഒരു കിക്ക് പോലെ ആയിട്ടാണ്. പിന്നെ അതിന് ശേഷം ഞാൻ ഇറങ്ങിയില്ല. ഞാൻ പിന്നെ ഇങ്ങനെ മറ്റേ കോവളം ബീച്ചിൽ മദാമ്മമാരിങ്ങനെ ഇരിക്കണ പോലെ മദാമയായിട്ട് ഞാൻ എന്നെ തന്നെ കാണുന്നു. അപ്പോൾ ഞാൻ കസാരയൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പയുടെ വക കുറേ ഭയങ്കര നീന്തൽ എന്താ പറയുക വിദഗ്ധനാണ്. പല ടൈപ്പിലൊക്കെ നീന്താനും ഇതിനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അപ്പം ഇങ്ങനെ പഴയ ഓരോ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാത്രമാകുമ്പോൾ വല്ലാത്തൊരു ഫീലല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അപ്പോൾ പഴയ ഇങ്ങനെ പണ്ട് ഇങ്ങനെ ചാടിയതും കളിച്ചതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്യപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാനങ്ങനെ കൂടുതൽ പറയുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നിട്ട് അറ്റം വരെ നീന്തപ്പോൾ അങ്ങനെ ചാടും ഇങ്ങനെ ചാടും എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് എന്താ പറയുക എനിക്ക് കാണിച്ചു തരാണ് ഓരോ നീന്തൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് നീ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ ചാടണത് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ത് ചാട്ടമാണാവോ, ഇനി എന്തോ ഒരു സംഭവം പറയുമല്ലോ തല കുത്തി മറിയണത്. ഈ ചാട്ടം ഒന്ന്, ഇനി അടുത്തത് എന്തോ സൂപ്പർമാനോ സ്പൈഡർമാനോ അങ്ങനെ എന്തോ ഒരു ചാട്ടം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കിങ്ങനെ വെള്ളത്തിലിറങ്ങി ഇങ്ങനെ സുഖമായിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ആ മണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ വെള്ളം കേടായി എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിൽ അവർ മരുന്നിടും. ആ മരുന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പിന്നെ അപ്പം പറയണത് അതിൻ്റെ ആഴം കാണിക്കാനാണ് പറയുന്നത്. അപ്പം മുങ്ങി നിന്ന് താഴെ നിന്ന് കഴിഞ്ഞാൽ എത്രയുണ്ടോ അപ്പോൾ കണ്ടോ അപ്പയുടെ കൈൻ്റെ അറ്റം വരെ നീളം, അതായത് താഴ്ചയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇങ്ങനെ കിടത്തി കൊണ്ടുകൊണ്ട് വരും. അതുകൊണ്ട് ഞാൻ കിഡ്സിൻ്റെയിലാണ് ഇറങ്ങിയത്. അതിലാവുമ്പോൾ പിന്നെ സേഫാണ്. അവനാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ തകൃതിയായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ സംഭവം? ഇത് സ്പൈഡർമാൻ പോണ അല്ല സൂപ്പർമാനോ അങ്ങനെ എന്താണ് അത് അങ്ങനെയാണ് ചാടാതെ. അവർ വെള്ളത്തിൽ പണ്ട് കളിച്ച കാര്യങ്ങളൊക്കെ അയവറക്കി എന്നോട് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാനും എന്താ പറയുക പ്രോത്സാഹിപ്പിക്കും അപ്പം അങ്ങോട്ട് ചെയ്യട്ടെ എന്ന്. പിന്നെ ഞാൻ പറഞ്ഞ അപ്പം ഇങ്ങനെ കിടന്നോട്ട് നീന്തുന്നൊക്കെ പറയുമ്പോൾ അപ്പം അതൊക്കെ ചെയ്ത് എനിക്ക് കാണിച്ച് തരണം. അപ്പം ഞാനതൊക്കെ വീഡിയോ എടുത്തു. എന്നോടാണോ ബാല അത് നല്ല എന്താ പറയുക ഒരു സൈലൻ്റായിട്ട് നമ്മൾ മാത്രമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. മറ്റേത് പൂളിലൊക്കെ ആകുമ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് മാത്രം ഒഴിച്ചിട്ട് തന്ന പോലെ ആരും ഉണ്ടായിരുന്നില്ല. സൈലൻ്റായിരുന്നു, നമ്മളുടെ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ നേരം അപ്പയും മോനും അവനെ ഇപ്പുറത്തേക്ക്, അതായത് അപ്പം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇറക്കാൻ പറ്റില്ല, കാരണം ആഴം കൂടുതലാണ്. അപ്പോൾ മറ്റേതിലാവുമ്പോൾ അവൻ അവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. അപ്പം ഞാനും അപ്പം ഇങ്ങനെ ഓരോന്ന് പറയും, പാട്ട് പാടും ഒക്കെ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ അവസരത്തിലൊക്കെ അപ്പം എന്നോട് ആദ്യമൊക്കെ നമ്മൾ ഹണിമൂൺ ട്രിപ്പ് അങ്ങനെയൊക്കെ പോവാറുണ്ടല്ലോ, നമ്മളല്ല മറ്റുള്ളവർ പോവാറുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, പൈസ കളയണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ വല്ല സ്ഥലത്തേക്ക് പോയാൽ മതിയായിരുന്നു. പക്ഷേ പോയ ബുദ്ധി ഇനി തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു എന്താ പറയുക അന്ന് പോകാൻ പറ്റാത്തത് ഇന്നും കൂടി ചേർത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അപ്പോൾ അപ്പയും മോനും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് വെയിലും ഉണ്ട്. അങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഭാഗത്ത് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തണൽ നോക്കി കസാരയൊക്കെ ഇട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു. കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നു.
കാരണം ഇവർ നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് ഇങ്ങനെ കഴിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാലേ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ അരിച്ചു പോകണു. അതായത് വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെയ്ത് ചുമ്മാ ഇരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇത് നമ്മുടെ പൂളിൽ നിന്ന് കയറിയിട്ട് ഡ്രസ്സ് മാറാനും കുളിക്കാനൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. ഒരു കട്ടിലും ഒരു തലോണയും കിട്ടിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. ഞാൻ അവിടെ മിണ്ടാണ്ട് കിടന്നുറങ്ങിയേനെ. അത്രയും സുഖമായിരുന്നു കേട്ടോ. ഇതെന്ത് ചാട്ടാ ഇത്? ഇത് തവളച്ചാട്ടം. എനിക്കിത് കണ്ടിട്ട് എനിക്ക് ചിരി. ഞാനും ഡൂഡു കുറേ ചിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ധൈര്യക്കുന്നുണ്ട്. എൻ്റെ കാല് മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റിയ കാലും. അങ്ങനെ അപ്പയും മോനും തകർത്ത് കളിച്ചു. പിന്നെ ഇതെന്ത് ചാട്ടാണാവോ? ഇതും വീണ്ടും സമ്മറടിക്ക് അങ്ങനെ എന്തോ സാധനമാണ്. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി. ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മക്കളുണ്ടായിട്ട് ഇപ്പം എത്ര മക്കളായാലും എന്ത് തന്നെ ആയാലും നമ്മുടെ ഭർത്താവുമായിട്ട് നമ്മൾ ഒന്നും വേണ്ട, നമ്മളൊരു ഗ്ലാസ് ചായ വരെ കുടിക്കാൻ പോകണം. അപ്പം എന്നോട് ചോദിക്കും, അപ്പം ഭർത്താവ് അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിലോ എന്ന്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അനിവാര്യമാണ് കേട്ടോ. കാരണം മക്കളെന്നുള്ള ഒരു മൈൻഡ് മാത്രം പോരാ. നമ്മൾ എന്താ പറയുക, ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ സംസാരിച്ച് ഒക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ബൊഫെ കഴിച്ചിട്ടാണ്, അതായത് ബൊഫെ മോഡൽ ഫുഡ് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അവിടെ നിന്ന് റൈസും ചിക്കനും ഒക്കെ കുറച്ചായിട്ട് കഴിച്ച് വയറൊക്കെ ഡിമ്മായി. പക്ഷേ ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഇന്നൊരു ദിവസം അവിടെ നിന്നു. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പോകുന്നതിന് ഒരു സങ്കടമുണ്ട്. പക്ഷേ ദൈവം ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ നമുക്ക് അവസരങ്ങൾ ഒരുക്കി തരട്ടെ. അങ്ങനെ ഞങ്ങൾ യാത്രയായി. അപ്പോൾ ഞങ്ങൾ പിടിച്ച മീനും കൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈ ലൈഫ് എക്കോ ഗാർഡൻ. അപ്പോൾ ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മൈ ലൈഫ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. അത് അവരെടുത്തിട്ട് ഒരു മാസമായിട്ടുള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, അതായത് സൈലൻ്റായിട്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പൊക്കോളൂ. നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് കേട്ടോ. എന്താ പറയുക, അങ്ങനെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ആഗ്രഹം കൂടി അങ്ങനെ നടന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക്, ഇനി നമ്മുടെ തിരിച്ച് എന്താ പറയുക, നമ്മുടെ പഴയ രീതിയിലേക്ക് പോകുന്നു.